ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ ഒരു ചിക്കൻ മസാല ഷവായി ഉണ്ടാക്കിയെടുക്കാം. അതും അല്പം സ്പൈസി ആയിട്ട്, അതും നമ്മളെ കുക്കറിൽ. അപ്പം എങ്ങനെ നോക്കിയാലോ? അപ്പം അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കായ്മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു 3-4 അള്ളി ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് അവിടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് 2 സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി കൈക്ക് ക്ലീനാക്കി വെച്ചിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ എടുത്ത് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ കത്തി കൊണ്ടൊന്ന് വരഞ്ഞെടുക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിലൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാം. എന്നിട്ട് 5-6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചോ. അതിന് 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ബാക്കിയുള്ള മസാലയും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചൊരു 3 വിസിലൊന്ന് വേവിച്ചെടുക്കാം. ഇനിയൊരു മുങ്ങിക്കിടക്കാൻ രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മളെ ചിക്കൻ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ ബാക്കിയുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ ചിക്കൻ അതിലിട്ടിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് ആ ഒരു ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മളെ മസാല ചിക്കൻ ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.